ഹായ്, എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് നമ്മുടെ 2025 വരുന്ന എക്സാമുകൾക്കായിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ അതിലൊന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പദവികൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ്, കേരള സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷൻ. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷൻ എം ഷാജറാണ്. അപ്പോൾ കേരള സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷനാരാണ്? എം ഷാജർ. ശമ്പള പരിഷ്കാര കമ്മീഷൻ ചെയർമാൻ. ശമ്പള പരിഷ്കാര കമ്മീഷൻ ചെയർമാൻ ആരാണ്? കെ മോഹൻദാസ് ആണ്. ശമ്പള പരിഷ്കാര കമ്മീഷൻ ചെയർമാനാണ് കെ മോഹൻദാസ്. കേരള EWS ചെയർമാൻ. കേരള EWS ചെയർമാൻ CN രാമചന്ദ്രൻ നായരാണ്. അപ്പോൾ കേരള EWS ചെയർമാൻ ആരാണ്? CN രാമചന്ദ്രൻ നായരാണ്. കേരള പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ. കേരള പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് G ശശിധരനാണ്. കേരള പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് G ശശിധരനാണ്. കേന്ദ്ര പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ. കേന്ദ്ര പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ഹൻസ് രാജ് ഗംഗാറാം അഹിർ. കേന്ദ്ര പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാനാണ് ഹൻസ് രാജ് ഗംഗാറാം അഹിർ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി നോക്കാം. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷൻ എം ഷാജർ. ശമ്പള പരിഷ്കാര കമ്മീഷൻ ചെയർമാൻ കെ മോഹൻദാസ്. കേരള EWS ചെയർമാൻ CN രാമചന്ദ്രൻ നായർ. കേരള പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് G ശശിധരൻ. കേന്ദ്ര പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ഹൻസ് രാജ് ഗംഗാറാം അഹിർ. അടുത്ത ചോദ്യം, കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ. കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര. കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര. കേരള ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ. കേരള ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ A റഷീദ്. കേരള ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ് A റഷീദ്. കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ. കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന. കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ ചെയർമാനാണ് കിഷോർ മക്വാന. കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ഹീരാലാൽ സമരിയ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി നോക്കാം. കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ് ഇക്ബാൽ സിംഗ് ലാൽപുര. കേരള ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ് A റഷീദ്. കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ ചെയർമാനാണ് കിഷോർ മക്വാന. കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ഹീരാലാൽ സമരിയ. അടുത്ത ചോദ്യങ്ങൾ, കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ. കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ V ഹരിനായരാണ്. അപ്പോൾ കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? V ഹരിനായരാണ്. കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാറാണ്. സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാനാണ്.
അപ്പോൾ സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? എ ഷാജഹാനാണ്. കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർ. കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കറാണ്. അപ്പോൾ കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? ഡോക്ടർ രത്തൻ യു ഖേൽക്കറാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നമുക്കറിയാം നരേന്ദ്രമോദിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയും. നമ്മുടെ രാഷ്ട്രപതി ആരാണ് ഇപ്പോഴത്തെ? ദ്രൗപദി മുർമുവാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി നോക്കാം. കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ. കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാൻ. കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു ഖേൽക്കർ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു. അടുത്ത ചോദ്യം, ലോക്സഭാ സ്പീക്കർ ഓം ബിർള. അപ്പോൾ ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓം ബിർളയാണ് ലോക്സഭാ സ്പീക്കർ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ് അല്ലെങ്കിൽ BR ഗവായ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് BR ഗവായ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ ജംദാർ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് നിതിൻ ജംദാറാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? വി രാമസുബ്രഹ്മണ്യനാണ്. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷൻ. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷൻ വിജയ കിഷോർ രഹത്കർ. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷൻ വിജയ കിഷോർ രഹത്കറാണ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് BR ഗവായി 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ ജംദാറാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യനാണ്. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? വിജയ കിഷോർ രഹത്കറാണ്. അടുത്ത ചോദ്യം നോക്കാം. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവിയാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? P സതീദേവി. UPSC ചെയർമാൻ. UPSC ചെയർമാൻ ആരാണ്? ഡോക്ടർ അജയ് കുമാറാണ്. UPSC ചെയർമാൻ ആരാണ്? ഡോക്ടർ അജയ് കുമാർ. കേരള PSC ചെയർമാൻ നമുക്കറിയാം MR ബൈജു ആണ്. കേരള PSC ചെയർമാൻ ആരാണ്? MR ബൈജു ആണ് കേരള PSC ചെയർമാൻ. UGC ചെയർമാൻ വിനീത് ജോഷിയാണ്. UGC ചെയർമാൻ ആരാണ്? വിനീത് ജോഷി. UGC ചെയർമാൻ ആരാണ്? വിനീത് ജോഷി. 11ാമത് ISRO ചെയർമാൻ വി നാരായണനാണ്. 11ാമത് ISRO ചെയർമാൻ ആരാണ്? വി നാരായണനാണ്. ഒന്നുകൂടി നോക്കാം. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് P സതീദേവി. UPSC ചെയർമാൻ ഡോക്ടർ അജയ് കുമാറാണ്. കേരള PSC ചെയർമാൻ MR ബൈജു. UGC ചെയർമാൻ വിനീത് ജോഷിയാണ്. 11ാമത് ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണനാണ്. അടുത്ത ചോദ്യം, വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ VSSC ചെയർമാൻ ആരാണ്? എസ് ഉണ്ണികൃഷ്ണൻ നായരാണ്. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെ ചെയർമാൻ എസ് ഉണ്ണികൃഷ്ണൻ നായരാണ്. ഇപ്പോൾ മാറി എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ചെയർമാൻ ആരാണ്? എസ് ഉണ്ണികൃഷ്ണൻ നായരാണ്. DRDO ചെയർമാൻ സമീർ വി കാമത്താണ്. അപ്പോൾ DRDO ചെയർമാൻ ആരാണ്?
സമീർ വി കാമത്ത്. കേരള കലാമണ്ഡലം ചാൻസലർ. കേരള കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായി ആണ്. അപ്പോൾ കേരള കലാമണ്ഡലം ചാൻസലർ ആരാണ്? മല്ലിക സാരാഭായി ആണ്. അപ്പോൾ DRDO ചെയർമാൻ സമീർ വി കാമത്തും കേരള കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായി. കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ. കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ആരാണ്? ബി അനന്തകൃഷ്ണനാണ്. കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ആരാണ്? ബി അനന്തകൃഷ്ണൻ. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ്. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദനാണ്. അപ്പോൾ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ്? കെ സച്ചിദാനന്ദൻ. അപ്പോൾ ഒന്നുകൂടി നോക്കാം. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ചെയർമാൻ എസ് ഉണ്ണികൃഷ്ണൻ നായരാണ്. DRDO ചെയർമാൻ സമീർ വി കാമത്താണ്. കേരള കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായി ആണ്. കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ബി അനന്തകൃഷ്ണനാണ്. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദനാണ്. അടുത്ത ചോദ്യങ്ങൾ നോക്കാം. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. അപ്പോൾ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടി. കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ. കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത്. കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ ആരാണ്? മുരളി ചീരോത്ത്. കേന്ദ്ര ലളിതകലാ അക്കാദമി ചെയർമാൻ. കേന്ദ്ര ലളിതകലാ അക്കാദമി ചെയർമാൻ വി നാഗ്ദാസ് ആണ്. കേന്ദ്ര ലളിതകലാ അക്കാദമി ചെയർമാൻ വി നാഗ്ദാസ് ആണ്. സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടർ. സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടർ AG ഒലീന. സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടർ ആരാണ്? AG ഒലീന. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ M സത്യനാണ്. അപ്പോൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ ആരാണ്? ഡോക്ടർ M സത്യനാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി നോക്കാം. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി. കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത്. കേന്ദ്ര ലളിതകലാ അക്കാദമി ചെയർമാൻ വി നാഗ്ദാസ്. സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടർ AG ഒലീന. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ M സത്യൻ. അടുത്ത ചോദ്യം. കേന്ദ്ര സാഹിത്യ അക്കാദമി ചെയർമാൻ. കേന്ദ്ര സാഹിത്യ അക്കാദമി ചെയർമാൻ മാധവ് കൗശിക്. കേന്ദ്ര സാഹിത്യ അക്കാദമി ചെയർമാൻ ആരാണ്? മാധവ് കൗശിക്. കേന്ദ്ര സാഹിത്യ അക്കാദമി വൈസ് ചെയർമാൻ. കേന്ദ്ര സാഹിത്യ അക്കാദമി വൈസ് ചെയർമാൻ കുമുദ് ശർമ്മ. കേന്ദ്ര സാഹിത്യ അക്കാദമി വൈസ് ചെയർമാൻ ആരാണ്? കുമുദ് ശർമ്മ. ആണവോർജ കമ്മീഷൻ ചെയർമാൻ. ആണവോർജ കമ്മീഷൻ ചെയർമാൻ AK മൊഹന്തിയാണ്. ആണവോർജ കമ്മീഷൻ ചെയർമാൻ ആരാണ്? AK മൊഹന്തി. കേരള സംസ്ഥാന പോലീസ് മേധാവി. കേരള സംസ്ഥാന പോലീസ് മേധാവി ആരാണ്? റവാഡ A ചന്ദ്രശേഖറാണ്. കേരള സംസ്ഥാന പോലീസ് മേധാവി ആരാണ്? റവാഡ A ചന്ദ്രശേഖർ. കേരള ചീഫ് സെക്രട്ടറി. കേരള ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലക്. കേരള ചീഫ് സെക്രട്ടറി ആരാണ്? ഡോക്ടർ A ജയതിലക്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി നോക്കാം. കേന്ദ്ര സാഹിത്യ അക്കാദമി ചെയർമാൻ മാധവ് കൗശിക്. കേന്ദ്ര സാഹിത്യ അക്കാദമി വൈസ് ചെയർമാൻ കുമുദ് ശർമ്മ. ആണവോർജ കമ്മീഷൻ ചെയർമാൻ AK മൊഹന്തി. കേരള സംസ്ഥാന പോലീസ് മേധാവി റവാഡ A ചന്ദ്രശേഖർ. കേരള ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലക്. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. ഇന്ത്യയുടെ
അറ്റോർണി ജനറൽ? ആർ വെങ്കിട്ടരമണി. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണ്? ആർ വെങ്കിട്ടരമണിയാണ്. ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ? ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ്. അപ്പോൾ ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്ത. കേരള അഡ്വക്കേറ്റ് ജനറൽ? കേരള അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ് കേരള അഡ്വക്കേറ്റ് ജനറൽ. അപ്പോൾ കേരള അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? കെ ഗോപാലകൃഷ്ണ കുറുപ്പ്. നിലവിലെ ഇന്ത്യയുടെ ലോക്പാൽ? നിലവിലെ ഇന്ത്യയുടെ ലോക്പാൽ ആരാണ്? അജയ് ഖാൻവിൽക്കറാണ്. അപ്പോൾ നിലവിലെ ഇന്ത്യയുടെ ലോക്പാൽ ആരാണ്? അജയ് ഖാൻവിൽക്കറാണ് നിലവിലെ ഇന്ത്യയുടെ ലോക്പാൽ. നിലവിലെ കേരള ലോകായുക്ത? നിലവിലെ കേരള ലോകായുക്ത ആരാണ്? ജസ്റ്റിസ് എൻ അനിൽകുമാറാണ്. നിലവിൽ കേരള ലോകായുക്ത ആരാണ്? ജസ്റ്റിസ് എൻ അനിൽകുമാർ. നബാർഡ് ചെയർമാൻ? നബാർഡിൻ്റെ ചെയർമാൻ ആരാണ്? ഷാജി കെ വി ആണ്. നബാർഡ് ചെയർമാൻ ആരാണ്? ഷാജി കെ വി ആണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി നോക്കാം. ഇന്ത്യയുടെ അറ്റോർണി ജനറലാണ് ആർ വെങ്കിട്ടരമണി. ഇന്ത്യയുടെ സോളിസിറ്റർ ജനറലാണ് തുഷാർ മേത്ത. കേരള അഡ്വക്കേറ്റ് ജനറലാണ് കെ ഗോപാലകൃഷ്ണ കുറുപ്പ്. നിലവിലെ ഇന്ത്യയുടെ ലോക്പാൽ അത് അജയ് ഖാൻവിൽക്കറാണ്. നിലവിലെ കേരള ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാറാണ്. നബാർഡിൻ്റെ ചെയർമാൻ ആരാണ്? ഷാജി കെ വി ആണ്. അടുത്ത ചോദ്യം, സെബിയുടെ ചെയർമാൻ? സെബിയുടെ ചെയർമാൻ ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെ. സെബിയുടെ ചെയർമാൻ ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെയാണ്. ഇപ്പോൾ സെബിയുടെ ചെയർമാൻ ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെ. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ? കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയാണ്. അപ്പോൾ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയ. കേരള ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ എൻ ഹരിലാലാണ്. അപ്പോൾ കേരള ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? കെ എൻ ഹരിലാൽ. കേരള ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? കെ എൻ ഹരിലാൽ. പ്രധാനമന്ത്രിയുടെ പുതിയ സാമ്പത്തിക ഉപദേഷ്ടാവ്? പ്രധാനമന്ത്രിയുടെ പുതിയ സാമ്പത്തിക ഉപദേഷ്ടാവ് സഞ്ജയ് കുമാർ മിശ്ര. പ്രധാനമന്ത്രിയുടെ പുതിയ സാമ്പത്തിക ഉപദേഷ്ടാവ് ആരാണ്? സഞ്ജയ് കുമാർ മിശ്രയാണ്. 23ാമത് നിയമ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ? 23ാമത് നിയമ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ദിനേശ് മഹേശ്വരിയാണ്. അപ്പോൾ 23ാമത് നിയമ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആരാണ്? ദിനേശ് മഹേശ്വരി. അപ്പോൾ ഒന്നുകൂടി നോക്കാം ചോദ്യങ്ങൾ. സെബിയുടെ ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെയാണ്. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ. കേരള ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ എൻ ഹരിലാൽ. പ്രധാനമന്ത്രിയുടെ പുതിയ സാമ്പത്തിക ഉപദേഷ്ടാവ് സഞ്ജയ് കുമാർ മിശ്ര. 23ാമത് നിയമ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ദിനേശ് മഹേശ്വരിയാണ്. അടുത്ത ചോദ്യം, സംസ്ഥാനത്തിൻ്റെ 50ാമത് ചീഫ് സെക്രട്ടറി നമ്മൾ പറഞ്ഞു ആരാണ്? ഡോക്ടർ എ ജയതിലകാണ്. അപ്പോൾ 50ാമത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? ഡോക്ടർ എ ജയതിലക്. ഭാരത സർക്കാരിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ആരാണ്? വി അനന്ത നാഗേശ്വരനാണ്. അപ്പോൾ സർക്കാരിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ആരാണ്? വി അനന്ത നാഗേശ്വരൻ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്? ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ്. ഇന്ത്യൻ ജെയിംസ് ബോണ്ട് എന്നൊക്കെ പറയപ്പെടുന്ന ആളാണ്. അപ്പോൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ്? അജിത് ഡോവൽ. ദേശീയ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്. ദേശീയ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ആണ്. പാർലമെൻറ്റിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ? പാർലമെൻറ്റിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? കെ സി വേണുഗോപാലാണ്.
അപ്പോൾ പാർലമെൻറ്റിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനാരാണ്? KC വേണുഗോപാലാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി നോക്കാം. സംസ്ഥാനത്തിൻ്റെ 50ാമത് ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലകാണ്. ഭാരത സർക്കാരിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് V അനന്തനാഗേശ്വരൻ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ദേശീയ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്. പാർലമെൻറ്റിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ KC വേണുഗോപാൽ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ നിയമ സെക്രട്ടറിയായി നിയമിതയായ വനിത? അഞ്ജു രതി റാണി. ഇന്ത്യയിലെ ആദ്യ നിയമ സെക്രട്ടറിയായി നിയമിതയായ വനിത അഞ്ജു രതി റാണ. ഓക്കെ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ നിയമ സെക്രട്ടറിയായി നിയമിതയായ വനിതയാരാണ്? അഞ്ജു രതി റാണ. 23ാമത് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. അപ്പോൾ 23ാമത് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ്. അപ്പോൾ ഒന്നുകൂടി 23ാമത് കേരള ഗവർണറാണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവതനേനി ഹരീഷ്. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയിലെ സ്ഥിരം പ്രതിനിധി ആരാണ്? പർവതനേനി ഹരീഷാണ്. അടുത്ത നീതി ആയോഗാണ്. നീതി ആയോഗിൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? നമ്മുടെ നരേന്ദ്രമോദിയാണ്. നീതി ആയോഗിൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രിയായിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? നരേന്ദ്രമോദിയാണ്. നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ സുമൻ ബെറിയാണ്. നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബെറിയാണ്. നീതി ആയോഗിൻ്റെ CEO നീതി ആയോഗിൻ്റെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യമാണ്. അപ്പോൾ നീതി ആയോഗിൻ്റെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യം. അപ്പോൾ ഒന്നുകൂടി ഇത്രയും ചോദ്യങ്ങൾ നോക്കാം. ഇന്ത്യയിലെ ആദ്യ നിയമ സെക്രട്ടറിയായി നിയമിതയായ വനിതയാണ് അഞ്ജു രതി റാണ. 23ാമത് കേരള ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എന്ന് പറയുന്നത്. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി അത് പർവതനേനി ഹരീഷാണ്. നീതി ആയോഗിൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. ഇപ്പോഴത്തെ നരേന്ദ്ര മോദിയാണ്. വൈസ് ചെയർമാൻ നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബെറിയാണ്. നീതി ആയോഗിൻ്റെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യമാണ്. അടുത്ത ചോദ്യമാണ് കേരള ആസൂത്രണ ബോർഡ്. അപ്പോൾ കേരള ആസൂത്രണ ബോർഡിൻ്റെ ചെയർമാൻ ആരാണ്? പിണറായി വിജയനാണ്. അപ്പോൾ കേരള ആസൂത്രണ ബോർഡിൻ്റെ ചെയർമാൻ ആരാണ്? ഇപ്പോഴത്തെ പിണറായി വിജയനാണ്. വൈസ് ചെയർമാൻ ആരാണ്? VK രാമചന്ദ്രനാണ്. അപ്പോൾ കേരള ആസൂത്രണ ബോർഡിൻ്റെ വൈസ് ചെയർമാൻ ആരാണെന്ന് വെച്ചാൽ ആരെന്ന് പറയാം നമുക്ക്? VK രാമചന്ദ്രനാണ് കേരള ആസൂത്രണ ബോർഡിൻ്റെ വൈസ് ചെയർമാൻ. BCCIയുടെ പ്രസിഡന്റ് റോജർ ബിന്നിയാണ്. BCCIയുടെ പ്രസിഡന്റ് ആരാണ്? റോജർ ബിന്നിയാണ് BCCIയുടെ പ്രസിഡന്റ്. CBI മേധാവി ആരാണ്? CBI മേധാവി പ്രവീൺ സൂദാണ്. അപ്പോൾ CBI മേധാവി ആരാണ്? പ്രവീൺ സൂദാണ് CBIയുടെ മേധാവി. CBI മേധാവി ആരാണ്? പ്രവീൺ സൂദ്. ഇന്ത്യൻ ചീഫ് വിജിലൻസ് കമ്മീഷണർ പ്രവീൺ കുമാർ ശ്രീവാസ്തവ. ഇന്ത്യൻ ചീഫ് വിജിലൻസ് കമ്മീഷണറാണ് പ്രവീൺ കുമാർ ശ്രീവാസ്തവ. അപ്പോൾ ഇന്ത്യൻ ചീഫ് വിജിലൻസ് കമ്മീഷണറാണ് പ്രവീൺ കുമാർ ശ്രീവാസ്തവ. ഒന്നുകൂടി ഇത്രയും ചോദ്യങ്ങൾ നോക്കാം. കേരള ആസൂത്രണ ബോർഡിനെ കുറിച്ചാണ് പറഞ്ഞത്. ചെയർമാൻ പിണറായി വിജയനാണ്. വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് VK രാമചന്ദ്രനാണ്. BCCIയുടെ പ്രസിഡന്റ് റോജർ ബിന്നിയാണ്. CBIയുടെ മേധാവി പ്രവീൺ സൂദാണ്. ഇന്ത്യൻ ചീഫ് വിജിലൻസ് കമ്മീഷണർ പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ്. അടുത്ത ചോദ്യങ്ങളാണ്. ഹോക്കി ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ്? ദിലീപ് ടർക്കിയാണ്. അപ്പോൾ ഹോക്കി ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ്? ദിലീപ് ടർക്കിയാണ്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് കല്യാൺ ചൗബയാണ്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് കല്യാൺ ചൗബയാണ്
ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റ്. CAG ആരാണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സഞ്ജയ് മൂർത്തിയാണ്. അപ്പോൾ ഇപ്പോഴത്തെ CAG ആരാണ്? K സഞ്ജയ് മൂർത്തിയാണ് ഇപ്പോഴത്തെ CAG. ഇപ്പോഴത്തെ CGA SS ദുബെയാണ്. ഇപ്പോഴത്തെ CGA SS ദുബെയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് PT ഉഷയാണ്. അപ്പോൾ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആരാണ്? PT ഉഷയാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി നോക്കാം. ഹോക്കി ഇന്ത്യയുടെ പ്രസിഡന്റ് ദിലീപ് ടർക്കി. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് കല്യാൺ ചൗബെ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ K സഞ്ജയ് മൂർത്തി. CGA SS ദുബെയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? രഘുറാം അയ്യറാണ്. അടുത്ത ചോദ്യങ്ങളാണ്. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ്റെ പ്രസിഡന്റ്. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ്റെ പ്രസിഡന്റ് ആരാണ്? ബഹദൂർ സിംഗ് സാഗുവാണ്. അപ്പോൾ ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ്റെ പ്രസിഡന്റ് ആരാണ്? ബഹദൂർ സിംഗ് സാധു. കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ. കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യയാണ്. അപ്പോൾ കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ്? അന്തർ സിംഗ് ആര്യ. ആരാണ്? അന്തർ സിംഗ് ആര്യ. കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ. കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? BS മാവോജിയാണ്. ഇപ്പോൾ കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? BS മാവോജി. BS മാവോജി. കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ. കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ തൃപ്തി ഗുർഹ. കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? തൃപ്തി ഗുർഹ. കേരള ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ. കേരള ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KB മനോജ് കുമാറാണ്. അപ്പോൾ കേരള ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? KB മനോജ് കുമാറാണ്. RBI ഗവർണർ. ഇപ്പോഴത്തെ RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. ഇപ്പോഴത്തെ RBI ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ് ഇപ്പോഴത്തെ RBI ഗവർണർ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നോക്കാം. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ പ്രസിഡന്റ് ബഹദൂർ സിംഗ് സാഗു ആണ്. കേന്ദ്ര പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ. കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ BS മാവോജി. കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ തൃപ്തി ഗുർഹ. കേരള ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KB മനോജ് കുമാർ. RBI ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. അടുത്ത ചോദ്യം. റെയിൽവേ ബോർഡിൻ്റെ ചെയർപേഴ്സൺ. റെയിൽവേ ചെയർപേഴ്സൺ ആരാണ്? സതീഷ് കുമാറാണ്. അപ്പോൾ റെയിൽവേയുടെ ചെയർപേഴ്സൺ ആരാണ്? സതീഷ് കുമാറാണ്. റെയിൽവേ ബോർഡിൻ്റെ ചെയർപേഴ്സൺ ആരാണ്? സതീഷ് കുമാറാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് EDയുടെ മേധാവി. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അതായത് EDയുടെ മേധാവി ആരാണ്? രാഹുൽ നവീനാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ മേധാവി രാഹുൽ നവീൻ. GST ട്രൈബ്യൂണൽ ചെയർമാൻ. GST ട്രൈബ്യൂണൽ ചെയർമാൻ സഞ്ജയ് കുമാർ മിശ്രയാണ്. അപ്പോൾ GST ട്രൈബ്യൂണലിൻ്റെ ചെയർമാൻ ആരാണ്? സഞ്ജയ് കുമാർ മിശ്രയാണ്. അടുത്ത് സേനാ മേധാവികളാണ്. ഇന്ത്യയുടെ ചീഫ് ഓഫ് ദി ഡിഫൻസ് സ്റ്റാഫ്. ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാനാണ്. അപ്പോൾ ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? അനിൽ ചൗഹാനാണ് ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. ഇന്ത്യയുടെ കരസേനാ മേധാവി. ഇന്ത്യയുടെ നിലവിലെ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദിയാണ്. അപ്പോൾ ഇന്ത്യയുടെ നിലവിലെ കരസേനാ മേധാവി ആരാണ്? ഉപേന്ദ്ര ദ്വിവേദിയാണ്. അപ്പോൾ ഒന്നുകൂടി ഇത്രയും ചോദ്യങ്ങൾ നോക്കാം. റെയിൽവേ ബോർഡിൻ്റെ ചെയർപേഴ്സൺ സതീഷ് കുമാർ. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് EDയുടെ മേധാവി
രാഹുൽ നവീൻ. GST ട്രൈബ്യൂണലിൻ്റെ ചെയർമാൻ സഞ്ജയ് കുമാർ മിശ്ര. ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാൻ. കരസേനാ മേധാവി ആരാണ്? ഉപേന്ദ്ര ദ്വിവേദി. അടുത്ത നാവികസേനാ മേധാവി. ഇന്ത്യയുടെ നിലവിലെ നാവികസേനാ മേധാവി ദിനേശ് കുമാർ ത്രിപാഠിയാണ്. അപ്പോൾ ഇന്ത്യയുടെ നിലവിലെ നാവികസേനാ മേധാവി ആരാണ്? ദിനേശ് കുമാർ ത്രിപാഠിയാണ് ഇന്ത്യയുടെ നിലവിലെ നാവികസേനാ മേധാവി. ഇന്ത്യയുടെ നിലവിലെ വ്യോമസേനാ മേധാവി. ഇന്ത്യയുടെ നിലവിലെ വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ് ആണ്. അപ്പോൾ ഇന്ത്യയുടെ നിലവിലെ വ്യോമസേനാ മേധാവി ആരാണ്? അമർപ്രീത് സിംഗ് ആണ്. CRPF മേധാവി. ഇപ്പോഴത്തെ CRPF മേധാവി ആരാണ്? ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് ആണ്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യയുടെ CRPF മേധാവി ആരാണ്? ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് ആണ്. CRPF മേധാവി ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ്. BSF ഡയറക്ടർ ജനറൽ. BSFൻ്റെ ഡയറക്ടർ ജനറൽ ദൽജിത് സിംഗ് ചൗധരി. BSFൻ്റെ ഡയറക്ടർ ജനറൽ ആരാണ്? ദൽജിത് സിംഗ് ചൗധരിയാണ്. BSFൻ്റെ ഡയറക്ടർ ജനറൽ ആരാണ്? ദൽജിത് സിംഗ് ചൗധരി. CISF ഡയറക്ടർ ജനറൽ. CISF ഡയറക്ടർ ജനറൽ രാജീന്ദർ സിംഗ് ഭട്ടി. CISF ഡയറക്ടർ ജനറൽ ആരാണ്? രാജീന്ദർ സിംഗ് ഭട്ടിയാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി നോക്കാം. നാവികസേനാ മേധാവി ദിനേശ് കുമാർ ത്രിപാഠി. വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ്. CRPF മേധാവി ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ്. BSF ഡയറക്ടർ ജനറൽ ദൽജിത് സിംഗ് ചൗധരി. CISF ഡയറക്ടർ ജനറൽ രാജേന്ദർ സിംഗ് ഭട്ടിയാണ്. അപ്പോൾ അടുത്ത ചോദ്യങ്ങൾ. ജനീവയിലെ ഐക്യരാഷ്ട്രസഭയിലേക്കും മറ്റ് സംഘടനകളിലേക്കുമുള്ള അന്താരാഷ്ട്ര ഇന്ത്യയുടെ അംബാസിഡറും സ്ഥിരം പ്രതിനിധിയുമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ശ്രീ അരിന്ദം ബാഗ്ചിയാണ്. അപ്പോൾ ജനീവയിലെ ഐക്യരാഷ്ട്രസഭയിലേക്കും മറ്റ് സംഘടനകളിലേക്കുമുള്ള അന്താരാഷ്ട്ര ഇന്ത്യയുടെ അംബാസിഡറും സ്ഥിരം പ്രതിനിധിയുമായിട്ട് തിരഞ്ഞെടുത്ത ആരെയാണ്? ശ്രീ അരിന്ദം ബാഗ്ചിയാണ്. രാജ്യസഭാ സെക്രട്ടറി ജനറൽ. രാജ്യസഭയുടെ സെക്രട്ടറി ജനറലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി പ്രമോദ് ചന്ദ്ര മോദിയാണ്. അപ്പോൾ രാജ്യസഭയുടെ സെക്രട്ടറി ജനറലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? പ്രമോദ് ചന്ദ്ര മോദി, PC മോദി. അടുത്ത ചോദ്യം. ലോക്സഭാ സെക്രട്ടറി ജനറൽ. ലോകസഭ സെക്രട്ടറി ജനറൽ ആരാണ്? ഉത്പൽ കുമാർ സിംഗ് ആണ്. അപ്പോൾ നിലവിലെ ലോകസഭയുടെ സെക്രട്ടറി ജനറൽ ആരാണ്? ഉത്പൽ കുമാർ സിംഗ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നിലവിലെ ലോകസഭയുടെ സെക്രട്ടറി ജനറൽ ആരാണ്? ഉത്പൽ കുമാർ സിംഗ് ആണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ പദവികൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇന്ന് നോക്കിയത്. ഓക്കെ ആണെന്ന് കരുതുന്നു.